ആകാശഗംഗയിലെ നക്ഷത്ര രശ്മികൾക്കിടയിൽ സ്വയം പ്രകാശമുള്ള ഒരു സിംഹാസനം കണക്കെ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് മകം. ജ്യോതിഷ ശാസ്ത്രത്തിലെ മഹത്തായ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മകം കേവലം ഒരു ജന്മനക്ഷത്രം മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പതിക്കുന്ന പാരമ്പര്യത്തിന്റെയും അധികാരത്തിന്റെയും ദൈവികമായ മുദ്രയാണ്. ചിങ്ങം രാശിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തെയും മനുഷ്യന്റെ ഭരണപരമായ വാസനകളെയും ഒരേപോലെ പ്രതിനിധാനം ചെയ്യുന്നു. മകം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ദേവത പിതൃക്കളാണ് എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും തന്റെ മുൻഗാമികളുടെ പുണ്യത്തിന്റെയും പാപത്തിന്റെയും ബാക്കിപത്രമാണെന്ന് ഭാരതീയ ദർശനങ്ങൾ പറയുന്നു. എന്നാൽ മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ തങ്ങളുടെ കുലത്തിന്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ ആത്മീയമായ ഊർജം നേരിട്ട് ഏറ്റുവാങ്ങുന്നവരാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ നക്ഷത്ര ജാതരിൽ ഒരുതരം അഭിജാത്യം ജന്മനാ തന്നെ കാണപ്പെടുന്നത്. താൻ ജനിച്ച കുടുംബത്തോടും വളർന്ന സാഹചര്യങ്ങളോടും ഇവർക്ക് അഗാധമായ ബഹുമാനമുണ്ടാകും. ഒരു വലിയ വടവൃക്ഷം അതിന്റെ വേരുകളിൽ നിന്ന് കരുത്തുൾക്കൊള്ളുന്നത് പോലെ മകം നക്ഷത്രക്കാർ തങ്ങളുടെ പൂർവികരുടെ മൂല്യങ്ങളിൽ നിന്ന് ജീവിതത്തിനാവശ്യമായ ഊർജം കണ്ടെത്തുന്നു. മകം നക്ഷത്രം ചിങ്ങം രാശിയിലാണ് വരുന്നത്. ചിങ്ങം രാശിയുടെ അധിപൻ നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനാണ്. സംഖ്യാശാസ്ത്ര പ്രകാരം സൂര്യനെ പ്രതിനിധീകരിക്കുന്ന നമ്പറാണ് 1. അതുകൊണ്ട് തന്നെ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഭാഗ്യ നമ്പർ 1 ആണ്. 1-ാം നമ്പർ സൂചിപ്പിക്കുന്നത് നേതൃത്വത്തെയും ആത്മവിശ്വാസത്തെയും പുതിയ തുടക്കങ്ങളെയുമാണ്. മകം പിറന്ന മണ്ണ് ഭരിക്കുമെന്ന ചൊല്ല് മലയാളിക്ക് സുപരിചിതമാണ്. ഇതിന്റെ പൊരുൾ കേവലം അധികാര കസേരകളിൽ ഇരിക്കുക എന്നതല്ല, മറിച്ച് താൻ നിൽക്കുന്ന ഇടത്തെ സ്വാധീനിക്കാനും നയിക്കാനുമുള്ള അസാമാന്യ ശേഷിയാണ്. ആകാശത്തിലെ മകം എന്നാൽ സിംഹത്തിന്റെ ഹൃദയഭാഗത്തിലെ റഗുലൻസ് എന്ന തിളക്കമേറിയ നക്ഷത്രമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ലിറ്റിൽ കിങ് അല്ലെങ്കിൽ രാജകീയ നക്ഷത്രമാണ്. മറ്റുള്ളവർക്ക് കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ നയിക്കാനോ ഉള്ള ജന്മസിദ്ധമായ വാസന ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നു. അചഞ്ചലമായ ആത്മവിശ്വാസവും പ്രതിസന്ധികളിൽ തളരാത്ത മനക്കരുത്തുമാണ് ഇവരുടെ മുഖമുദ്ര. ജ്യോതിഷപരമായ ഒരു വലിയ അത്ഭുതമാണ് മകം നക്ഷത്രം. ഇതിന്റെ രാശിയാധിപൻ സൂര്യനാണ്, എന്നാൽ നക്ഷത്രാധിപൻ കേതുവാണ്. സൂര്യൻ അധികാരത്തെയും ആത്മബോധത്തെയും പ്രശസ്തിയെയും സൂചിപ്പിക്കുമ്പോൾ കേതു മോക്ഷത്തെയും ആത്മീയമായ ആഴങ്ങളെയും വിരക്തിയെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ട് വിപരീത ഊർജങ്ങളുടെ സംഗമമാണ് മകം നക്ഷത്രക്കാരെ ഒരു രഹസ്യ വായന പോലെയാക്കുന്നത്. പുറമേ അവർ കഠിന ഹൃദയരായ ഭരണാധികാരികളെ പോലെ തോന്നിച്ചേക്കാം, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവർ ആത്മീയ ചിന്തകളാലും ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാലും സമ്പന്നരായിരിക്കും. ലൗകിക സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും അതിനോടൊട്ടാത്ത ഒരു തരം നിസ്സംഗത ഇവരിലുണ്ടാകും. ഈ സവിശേഷമായ സ്വഭാവമാണ് ഇവരെ സമൂഹത്തിൽ മാന്യന്മാരും ആദരണീയരുമാക്കുന്നത്. മകം നക്ഷത്രക്കാരുടെ സാന്നിധ്യം തന്നെ ചിലപ്പോൾ ഒരു സഭയെ നിശബ്ദമാക്കാൻ പോകുന്നതാണ്. വാചാലതയേക്കാൾ ഗാംഭീര്യമുള്ള സംസാരമാണ് ഇവരുടേത്. ചതിയോ വഞ്ചനയോ ഇവരുടെ നിഘണ്ടുവിലില്ല. സത്യസന്ധതയുടെ കാര്യത്തിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഇത് പലപ്പോഴും കടുത്ത ശത്രുക്കളെ സൃഷ്ടിക്കാറുണ്ടെങ്കിലും സ്വന്തം നിലപാടുകളിൽ നിന്ന് മാറാൻ ഇവർ തയ്യാറാകില്ല. ആത്മാഭിമാനം മുറിവേറ്റാൽ പിന്നെ അവിടെ ഒരു നിമിഷം പോലും ഇവർ നിൽക്കില്ല. സിംഹത്തെ പോലെ തന്റെ ഇടത്തോട് ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. താൻ എന്തിനു ജനിച്ചുവെന്നും തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും മകം നക്ഷത്രക്കാർക്ക് കൃത്യമായ ബോധമുണ്ടാകും. പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. അത് ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കും. മറ്റുള്ളവരുടെ പ്രശംസയേക്കാൾ സ്വന്തം മനഃസാക്ഷിയുടെ അംഗീകാരമാണ് ഇവർ വിലമതിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തിന്റെ ഈ സവിശേഷമായ ഗുണഗണങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിലെ വിവിധ തലങ്ങളെ ബാധിക്കുന്നത് എന്നാണ്. ഒപ്പം അവരുടെ ഭാഗ്യ നമ്പറുകൾ, സ്വഭാവം, തൊഴിൽ തുടങ്ങിയവ വിശദമായി പ്രതിപാദിക്കുന്നു. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ഗാംഭീര്യമുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കും. സിംഹത്തിന്റെ കരുത്തും രാജകീയതയും ഇവരുടെ പെരുമാറ്റത്തിൽ പ്രകടമാണ്. മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കാനല്ല, മറിച്ച് അർഹമായ ബഹുമാനം നേടിയെടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഏതു കാര്യത്തിലും മുൻകൈയെടുക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. സ്വന്തം അന്തസ്സിനും അഭിമാനത്തിനും മുറിവേൽക്കുന്ന യാതൊന്നിനും ഇവർ കൂട്ടുനിൽക്കില്ല. മകം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ്. അതിനാൽ തന്നെ കുടുംബമഹിമയിലും പാരമ്പര്യത്തിലും ഇവർ വിശ്വസിക്കുന്നു. പൂർവികരോടുള്ള ബഹുമാനം ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വളച്ചൊടിക്കാത്ത സംസാര ശൈലിയും കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുന്ന രീതിയും ഇവരുടെ പ്രത്യേകതയാണ്. മകം നക്ഷത്രക്കാർക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം ചില നമ്പറുകൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇവരുടെ രാശിയാധിപൻ സൂര്യനായതിനാൽ 1 എന്ന നമ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യ നമ്പർ. നമ്പർ 1 പുതിയ തുടക്കങ്ങളെയും നേതൃത്വത്തെയും സൂചിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ 1-ാം തീയതി ഇവർക്ക് അനുയോജ്യമാണ്. മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആയതുകൊണ്ട് 7 എന്ന നമ്പറും ഇവർക്ക് ഗുണകരമാണ്. ഇത് ആത്മീയമായ വളർച്ചയ്ക്കും ഉൾക്കാഴ്ചയ്ക്കും സഹായിക്കുന്നു. ചൊവ്വയുടെ നമ്പറായ 9 മകം നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസത്തെയും ധീരതയെയും വർദ്ധിപ്പിക്കുന്നു. 9, 18, 27 എന്നീ തീയതികൾ ഇവർക്ക് ശുഭകരമാണ്. സർക്കാർ തലത്തിലോ വലിയ സ്ഥാപനങ്ങളിലോ ഉയർന്ന പദവികൾ വഹിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. IAS, IPS തുടങ്ങിയ സിവിൽ സർവീസ് മേഖലകളിൽ ഇവർ തിളങ്ങുന്നു.
ജനങ്ങളെ നയിക്കാനുള്ള കഴിവും പ്രസംഗ പാടവവും ഇവരെ നല്ല രാഷ്ട്രീയ നേതാക്കളാക്കുന്നു. സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കും. പാരമ്പര്യമായി ലഭിക്കുന്ന ബിസിനസ്സുകൾ ഇവർ കൂടുതൽ വികസിപ്പിക്കും. ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുമെങ്കിലും ആഡംബര വസ്തുക്കളോട് ഇവർക്ക് ചെറിയ തോതിൽ താല്പര്യമുണ്ടാകും. പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ മിടുക്കരാണ്. എങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് പലപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെക്കാറുണ്ട്. കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ് മകം നക്ഷത്രക്കാർ. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നതിൽ ഇവർ മാതൃകയാണ്. പങ്കാളിയോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തുന്നവരാണിവർ. എങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള പ്രവണത ചെറിയ പിണക്കങ്ങൾക്ക് കാരണമായേക്കാം. പങ്കാളി ഇവരുടെ ആത്മാഭിമാനത്തെ മാനിക്കുന്നവരാണെങ്കിൽ ദാമ്പത്യം അതീവ സുന്ദരമായിരിക്കും. ശാരീരികമായി ശക്തരാണെങ്കിലും മകം നക്ഷത്രക്കാർ ചില ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂര്യൻ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് എന്നിവയിൽ ഇവർ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണ രീതി പിന്തുടരുന്നത് നന്നായിരിക്കും. മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടാകും. എന്നാൽ അത് പുറമേ പ്രകടിപ്പിക്കണമെന്നില്ല. പൂർവികരുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ള നക്ഷത്രമാണിത്. കർക്കടക വാവ് തുടങ്ങിയ ദിവസങ്ങളിൽ പിതൃതർപ്പണം നടത്തുന്നത് ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ശിവക്ഷേത്ര ദർശനവും സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നതും മകം നക്ഷത്രക്കാർക്ക് ഊർജം പകരും. ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട മകം ഒന്നാം പാദക്കാർ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. ഇവർക്ക് ഭരണരംഗത്ത് ശോഭിക്കാൻ കഴിയും. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട മകം രണ്ടാം പാദക്കാർ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയുള്ളവരായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിലും കണക്കുകളിലും മിടുക്കരായിരിക്കും. തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട മകം മൂന്നാം പാദക്കാർ കലകളോടും സാഹിത്യത്തോടും താല്പര്യമുള്ളവരായിരിക്കും. മൃദുവായ സംസാര ശൈലി ഇവരുടെ പ്രത്യേകതയാണ്. വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട മകം നാലാം പാദക്കാർ ഗവേഷണ താല്പര്യമുള്ളവരും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരുമായിരിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. എല്ലാ നക്ഷത്രക്കാരെയും പോലെ മകം നക്ഷത്രക്കാർക്കും ചില പോരായ്മകൾ ഉണ്ടാകാം. അവ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നത് വിജയത്തിലേക്ക് നയിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഇവരുടെ സ്വഭാവമാണ്. ഇത് പലപ്പോഴും നല്ല ബന്ധങ്ങൾ തകരാൻ കാരണമാകും. താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന വാശി ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം നിലവാരത്തിലേക്ക് മറ്റുള്ളവർ എത്തുന്നില്ല എന്ന പരാതി ഇവർക്കുണ്ടാകാം. മറ്റുള്ളവരുടെ പരിമിതികളെ അംഗീകരിക്കാൻ പഠിക്കണം. ചുവപ്പ്, മഞ്ഞ, സ്വർണ്ണ നിറം തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു. വൈഡൂര്യമാണ് പ്രധാന രത്നം. കൂടാതെ മാണിക്യം ധരിക്കുന്നതും സൂര്യപ്രീതിക്ക് ഉത്തമമാണ്. എന്നാൽ ഒരു ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരം മാത്രം രത്നങ്ങൾ ധരിക്കുക. മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് കേതു ദശയിലാണ് ജനനം. ഏകദേശം 7 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിൽ കുട്ടിക്കാലത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തുടർന്ന് വരുന്ന ശുക്രദശ ജീവിതത്തിൽ വലിയ ആഡംബരങ്ങളും സന്തോഷങ്ങളും കൊണ്ടുവരും. ആദിത്യദശയും ചന്ദ്രദശയും ഇവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ വളർച്ചാ ഘട്ടങ്ങളാണ്. വിവാഹ കാര്യത്തിൽ മകം നക്ഷത്രക്കാർക്ക് ഉത്രം, ചിത്തിര, വിശാഖം, അനിഴം തുടങ്ങിയ നക്ഷത്രങ്ങൾ പൊതുവെ ഗുണകരമായി കണ്ടുവരുന്നു. ആയില്യം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങളുമായി പൊരുത്തം കുറയാൻ സാധ്യതയുണ്ട്. മകം നക്ഷത്രം എന്നത് അധികാരത്തിന്റെയും ആഭിജാത്യത്തിന്റെയും പ്രതീകമാണ്. തങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുകയും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഇവർക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കും. അമിതമായ വാശിയും ദേഷ്യവും നിയന്ത്രിച്ചാൽ മകം നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ഭാഗ്യ നമ്പറായ 1 ശരിയായി വിനിയോഗിക്കുകയും സൂര്യന്റെയും പിതൃക്കളുടെയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നതിലൂടെ ജീവിതം സഫലമാക്കാം.